ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ചിക്കൻ വറക്കാനുള്ള എണ്ണയിൽ ആദ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവയും ഒപ്പം ബിരിയാണിയുടെ മുകളിൽ ഇടാനുള്ള വലിയ ഉള്ളിയും വറുത്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു വലിയ ഉള്ളിയാണ് എടുത്തത്. ഈ കാണുന്നത് 4 വലിയ ഉള്ളിയാണ്. ആ 4 വലിയ ഉള്ളി നമ്മൾ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട്, ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു. ഇവിടെ നമ്മൾ ചിക്കൻ പൊടികളെല്ലാം ചേർത്ത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, അതുപോലെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് 1.5 സ്പൂണോളം ചിക്കൻ മസാല, 1 സ്പൂണ് ഗരം മസാല എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ഏകദേശം 750 ഗ്രാം, 3/4 കിലോ ചിക്കനാണ് ഉണ്ടായിരുന്നത്. ശേഷം നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറാവട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ വറുത്ത് കോരിയ ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഇടുകയാണ്. അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നേരം മസാലയിൽ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല, ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ചിക്കൻ എടുത്തിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി എന്നിവ വറുത്ത അതേ എണ്ണയിലേക്ക് ഇടുന്നു. നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. പരമാവധി ചിക്കൻ എന്ത് ചെയ്യുക, പരത്തി തന്നെ ഇടുക. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ മാക്സിമം പരത്തി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. ചിക്കൻ ഇടുന്ന നേരത്ത് ലോ ഫ്ലെയിമിലാണെങ്കിലും ചിക്കൻ ഇട്ടതിന് ശേഷം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് കുക്കായിക്കോളും, വെള്ളം ഇറങ്ങാതെ ആയിക്കോളും. വെള്ളം ഇറങ്ങിയാൽ ഇത് ചിക്കൻ വേവിച്ച പോലെ ആവാനാണ് സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടണം. ഓക്കെ, കാരണം നടുക്കുള്ള ഭാഗത്തൊക്കെ പെട്ടെന്നായിട്ടുണ്ടാവും. അപ്പോൾ നടുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് തിരിച്ച് സാവധാനം ഓരോന്നോരോന്നായിട്ട് തിരിച്ച് വരുമ്പോൾ സൈഡിലുള്ളതും പിന്നീട് തിരിച്ചാൽ കറക്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ആദ്യം തിരിച്ചിടുക. പിന്നീട് അങ്ങോട്ട് 2 ഭാഗവും ഒരു 3 മിനിറ്റ് വീതമൊക്കെ ഫ്രൈ ചെയ്ത ശേഷം പിന്നെ നമ്മൾ നോർമൽ ഇളക്കുന്നത് പോലെ ഇളക്കിയാൽ മതി. ഏകദേശം ഒരു 5-6 മിനിറ്റ് സമയം കൂടി എടുത്ത്, അതായത് ആകെ മൊത്തം ഒരു 10-11 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ പീസ് കൂടി ആവുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നത്. പിന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യുക, കാരണം ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാനോ വേവിക്കാനോ ഒന്നും പോകുന്നില്ല. ഒപ്പം ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ വറുത്ത ചിക്കൻ കോരി വെക്കുകയാണ്. ഇതിനി അവസാനം മസാലയുടെ ഒപ്പം ചേർത്ത് മിക്സ് ചെയ്യുക കൂടി വേണം. അത് ഏറ്റവും അവസാനമാണ് ചെയ്യുക. ശേഷം അതേ എണ്ണയിലേക്ക് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, 4 വലിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലെ ആ എണ്ണയും പിന്നെ ചിക്കനിൽ നിന്ന് പോയിട്ടുള്ള ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച ശേഷം ഒന്നുകൂടി ഇളക്കി നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കേണ്ടതായിട്ട് ഉണ്ട്. രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ച ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഈ ഉള്ളി വേഗം വാടി വരാൻ വേണ്ടിയിട്ട് ആണ്. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ മസാല ഉള്ളതുകൊണ്ട് കളർ മനസ്സിലാവില്ല. നമ്മൾ വേവ് നോക്കിയിട്ട് തന്നെ വേണം മനസ്സിലാക്കാൻ. ബ്രൗൺ കളർ ആവുന്നത് ഇപ്പോൾ തന്നെ ഓൾറെഡി ഏകദേശം ആ കളറാണല്ലോ, അത് ഈ മസാല ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊരു നന്നായി വേവുന്ന വരെ കാത്തിരിക്കണം. അത് കുറച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഉപ്പിട്ട് കൊടുത്തത്. അത്യാവശ്യം നന്നായി വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ നമ്മളപ്പുറത്ത് ബിരിയാണിയിലേക്കുള്ള റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വന്ന ശേഷം 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ, 2 സ്പൂണ് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ 2 സ്പൂണ് നെയ്യ് എന്നിവ ചേർത്ത് കൊടുക്കണം.
ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക എന്നിവയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ അരമണിക്കൂറോളം നേരം അരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ കറുവപ്പട്ടയും ഗ്രാമ്പുമൊക്കെ ഇട്ടതിൻ്റെ പിന്നാലെ ചെയ്യേണ്ടത് അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയുടെ ആ മിക്സ് അതാ 1 സ്പൂണ് ചേർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, വലിയ ഉള്ളി എന്നിവ ചേർക്കുക. ഒരു ചെറിയ വലിയ ഉള്ളിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ഉള്ളി മസാലയിലേക്കുള്ള ഉള്ളി ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നന്നായി വേവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമാണ് നമ്മളിപ്പോൾ ഇവിടെ ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നന്നായി വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം വേവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ രൂപത്തിലാവണം. എന്നിട്ട് തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി വേവാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. ഒരു 5 മിനിറ്റ് നേരമൊക്കെ എന്തായാലും വേണ്ടി വരും തക്കാളി കൂടി ഒന്ന് വെന്ത് വരാൻ. ഇവിടെ ഈ ക്യാരറ്റ് സാധനങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉള്ളി ക്യാരറ്റൊക്കെ വെന്ത ശേഷം നമ്മൾ കുതിർത്തി കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർക്കണം. ഇതിൽ 4 കപ്പ് അരിയാണ് ഉള്ളത്. അതായത് ഏകദേശം 1 കിലോ അരിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒപ്പം ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളക്കുക. 1 ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിൽ അളക്കുക. ആ ഗ്ലാസ്സിൽ 1.5 കപ്പ് വെള്ളം വേണം. 1 കപ്പ് അരി ഉണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് പാത്രം എടുത്താലും ആ കണക്കിലെടുത്താൽ മതി. 1 കപ്പ് അരി ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ 1.5 കപ്പ്. 2 കപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും 1.5 കപ്പ് കൂടി. അങ്ങനെയാണ് നമ്മൾ ഇതിലൊഴിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ അരി ഇട്ട ഉടനെ തന്നെ വെള്ളം ഒഴിക്കരുത്. പകരം അരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് നാരങ്ങ കൂടി പിഴിയുക. നാരങ്ങ പിഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരിപ്പ വെച്ച് തന്നെ പിഴിയണം. ഇല്ലെങ്കിൽ അതിൻ്റെ കുരു ഈ ചോറിലെങ്ങാനും പെട്ടുപോയാൽ കഴിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് നാരങ്ങ പിഴിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ നാരങ്ങ പിഴിയൽ കൂടി കഴിഞ്ഞിട്ട് വേണം ഇതുപോലുള്ളൊരു കപ്പിൽ വെള്ളം എടുക്കുക. വെള്ളം എടുക്കാറില്ല, ഞങ്ങൾ ഇതിലാണ് അരി അളന്നത്. അതുകൊണ്ട് ഇതേ കപ്പിൽ 1.5 കപ്പ് വെള്ളം വീതം എടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റൈസിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 4 കപ്പിന് 6 കപ്പ് വെള്ളം വേണം. ആ സമയം നമ്മൾ മിക്സിയിൽ ബാക്കിയുള്ള ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചതെടുത്തിട്ട് നമ്മുടെ മസാലയിലേക്കുള്ള ഉള്ളി വാടിയതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം ആ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, അതേപോലെ ജാറിൻ്റെ അടപ്പിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കാര്യമായിട്ട് വെള്ളം ചേർക്കുന്നില്ല, എന്നാലും ഇങ്ങനെയുള്ള കുറച്ച് ആവശ്യം വരുന്ന കാര്യങ്ങൾ കൂടി ഉള്ള വെള്ളം ചേർത്തിട്ട് ഒഴിച്ച് അയക്കി കൊടുക്കുകയാണ് നല്ലത്. ആ സമയം ഇവിടെ നാരങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം നമുക്കിവിടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ കാത്തിക്കുക. കുറുകി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഒഴികെയുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല തുടങ്ങിയവ ചേർത്ത് കൊടുക്കണം. ഈ സമയം നമ്മുടെ ബിരിയാണി റൈസിൽ നേരത്തെ പറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ കളറാവും. കാരണം നേരത്തെ നെയ്യ് ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കളർ വരാനുള്ള കാരണം. നെയ്യ് ഒഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ കളർ വരില്ലായിരുന്നു. അങ്ങനെ നമ്മൾ മസാലയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. മസാലയ്ക്ക് ആവശ്യമായ ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കാശ്മീരി മുളക് പൊടി ആക്കിയത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം പൊടികൾ ഇപ്പോൾ ചേർത്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ പൊടികളെല്ലാം ഇളക്കിയതിന് ശേഷം, ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മസാല കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് കുറച്ച് തിക്കാണ്. അതൊന്ന് ഒരു ഗ്രേവി ടൈപ്പ് പോലെ, നല്ല ഗ്രേവി വെള്ളം വേണം അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലൂസായിട്ട് ഒരു മസാല നമ്മൾ ബിരിയാണിയിൽ കിട്ടുന്ന ഒരു ടേസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തൈരും കൂടി ചേർത്ത് അതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തിക്കണം.
ആ സമയം നമ്മളിവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിലടിക്കുന്നത് വരെ ഇത് അടച്ചു വെക്കണം. ഒരു വിസിലടിച്ചതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആവി കഴിയുന്നത് വരെ, അതായത് ആവി താനെ പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മസാല ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചിക്കൻ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കാര്യമായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, കാരണം ഇത് ബിരിയാണിയിലേക്കുള്ളതാവുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കില്ല. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എടുത്തു വെക്കുകയാണ് ചെയ്യുക. കാരണം ഇനിയിപ്പോൾ അതിൽ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. എരിവും ഉപ്പൊക്കെ തികച്ചുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഇതെന്ത് ചെയ്യുക, നമ്മളങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി, കറക്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും ഈ രൂപത്തിലായിട്ടുണ്ട്. വെള്ളം ചേർത്തോന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പാത്രത്തിലുള്ള കുറച്ച് മസാലകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ അധികമൊന്നും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് തിളച്ച് വന്ന സമയം നമ്മൾ ഇത് വാങ്ങി വയ്ക്കാൻ പോകുന്നത്. ഇതിനപ്പുറം ഇനിയൊന്നും ആവേണ്ടതായിട്ടില്ല, കാരണം ചിക്കൻ ഫ്രൈഡ് ആവുകൊണ്ട് തന്നെ വേവൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഇതിലും നന്നായി മിക്സായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ പിന്നെ ഇനി നമ്മൾ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് ഒന്നാവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇത് വാങ്ങി വയ്ക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നു. ഇത് അഞ്ജനയുടെ ഒരു പൊടിക്കൈ പരിപാടിയാണ്. കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് ഈ കറിയിലേക്ക് ഇടുക എന്നുള്ളത്, അതായത് ഈ ഗ്രേവിയിലേക്ക് ഇടുക എന്നുള്ളത്. അഞ്ജന ചിക്കൻ കറി വെക്കുമ്പോൾ, അത് സാധാരണ കറിയാണെങ്കിൽ പോലും അതിൽ മല്ലിച്ചപ്പ് ഇടാറുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക കൂടി വേണം. അങ്ങനെ നമ്മളതായ ശേഷം ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത്രയേ നമുക്ക് ആവശ്യം ഉള്ളൂ. അപ്പോഴും ഇവിടെ റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ വാങ്ങി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു. അപ്പോൾ നമ്മൾ കുക്കർ ഓഫാക്കി. പിന്നെ ഒരു 10-20 മിനിറ്റിന് ശേഷമാണ് കുക്കർ തുറക്കുന്നത്. കാരണം അതിലുള്ള ആവി താനെ പോകുന്നവരെ വെച്ചാൽ മാത്രമേ വേവ് കൃത്യമാവുകയുള്ളൂ. പിന്നെ രണ്ടാമതൊരു വിസിലടിക്കാൻ വേണ്ടി വെച്ചാൽ അത് പായസം വെച്ച പോലെ ആവും ചെയ്യും. അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യുക, എന്നിട്ട് ആ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ചിക്കൻ വെച്ച പാത്രത്തിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പകുതി ചിക്കൻ കോരി മാറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലായിടത്തും ചിക്കൻ ഒരുപോലെ വേണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഒന്ന് കോരി മാറ്റിയാണ് നല്ലത്. നമ്മുടെ ബിരിയാണി റൈസിലും അതേപോലെ ഈ ചിക്കൻ കോരി മാറ്റിയ ആ ഭാഗത്തും നെയ്യ് കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ നെയ്യ് ഈ സമയത്ത് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ രണ്ടിടത്തും കുറച്ച് നെയ്യ് വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ അധികം ആവരുത്, കുറച്ച് മതി. ഈ സമയമൊക്കെ സ്റ്റവൊക്കെ ഓഫാണ്. സ്റ്റവിൽ വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ, സ്റ്റവ് ഓണാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ശേഷം നമ്മൾ ആ ബിരിയാണി റൈസ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ കുറച്ചീശെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചിക്കൻ്റെ മുകളിലേക്കും ആ ഒഴിഞ്ഞ സൈഡിലേക്കും ഒക്കെ ആക്കി ഒരു ലെവലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും ആ ലെവലാക്കിയ ഭാഗത്ത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നെയ്യ് ആക്കി കൊടുക്കുക. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഫ്ലേവർ എല്ലായിടത്തും കൃത്യമായിട്ട് എത്താൻ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ പാത്രത്തിൻ്റെ ഇടതുവശത്തായിരുന്നു നേരത്തെ ചിക്കൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിത് വലതുവശത്താണ് ചേർക്കുന്നത്. കാരണം ഇതൊരു ചെറിയ പാത്രമാണ്, അത്ര വലിയൊരു പാത്രമല്ല. അപ്പോൾ ഈ 1 കിലോ റൈസ് ഇതിലിട്ടാൽ കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ചിക്കൻ ഒരുപോലെ എത്താൻ, മസാല ഉൾപ്പെടെയുള്ള ചിക്കൻ ഒരുപോലെ എത്തണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യുകയാണ് നല്ലത്. കാരണം 1 കിലോ ബിരിയാണി റൈസ് കൊള്ളാനുള്ള പാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ മല്ലിച്ചപ്പ്, പുതിന ആ ഐറ്റംസും ഒപ്പം ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, വലിയ ഉള്ളി, ഇവ 3ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും ഇളക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഇതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മുഴുവനായിട്ട് ഇടുക എന്നല്ല, കുറച്ചിടുക, ബാക്കി നമുക്ക് ഏറ്റവും മുകളിലും ഇടാം. എന്നാലേ ഇത് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവുള്ളൂ. ഇതിനെല്ലാം ശേഷം ബാക്കിയുള്ള റൈസ് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് കാണാം നല്ല കൃത്യമായിട്ട് വരുന്നുണ്ട്, പാത്രം നിറഞ്ഞിരിക്കുകയാണ്. എന്നാലും ശരിക്കും നമുക്ക് തിളക്കാനും എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല എത്താനും കഴിയും. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കൻ ഉൾപ്പെടെയുള്ള മസാല ചേർത്ത പ്രത്യേകത കൊണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ചിക്കനും മസാലയും ഒക്കെ എത്തുന്ന രീതിയിൽ നമുക്ക് ബിരിയാണി ആക്കി എടുക്കാതിനെ. അങ്ങനെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിന കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രൂപം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ ഇതാണ് ഈ രൂപത്തിൽ ബിരിയാണി
കിട്ടുന്നതാണ്. ഇപ്പോൾ എല്ലാ മസാലയും എല്ലാ ചിക്കനും എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിലെ റൈസ് ഏത് ഭാഗത്തു നിന്ന് എടുത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ഭാഗത്തും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവില്ല. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്